അവൾ ഈയിടെയായിട്ട് എപ്പോഴും വീടിന് പുറത്തല്ലേ? എപ്പോ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, എപ്പോ തിരിച്ചു വരും, ഇതൊന്നും ഇവിടെ ആരോടും പറയാറില്ല. ഞങ്ങളത് അറിയാറുമില്ല. എപ്പം നോക്കിയാലും സർക്യൂട്ടാ. അതിനേക്കാളും ശക്തമാണ് ഈ തെളിവ്. ഈ ഒരു തിരിച്ചടി കൊണ്ട് മാത്രം നിലംപരിശാവുന്നവളല്ല അവന്തിക. പണം കൊണ്ട് ആരെയും വിലയ്ക്ക് വാങ്ങാൻ ഇന്ന് അവൾക്ക് കഴിയും. അത്ര എളുപ്പത്തിലൊരു പോലീസ് വണ്ടിയിൽ കയറി സുഖിച്ച് ജയിലിൽ പോവാൻ അവളെ ഞാൻ സമ്മതിക്കില്ല. ഞാനും എൻ്റെ കുടുംബം അനുഭവിച്ച വേദനയുടെ 100 ഇരട്ടി അവൾ അനുഭവിക്കണം. പല കുറ്റവാളികൾക്കും ജയിലിൽ പോവും ഒരു സുഖവാസ കേന്ദ്രം പോലെയാ. അവള് ജയിലിലെത്തുന്നതിന് മുമ്പ് അനുഭവിക്കാനുള്ളത് മുഴുവൻ അവൾ അനുഭവിക്കണം. നാളെ ചിലപ്പോ ചില തമാശകളൊക്കെ നടക്കും. എന്ത് തമാശ? നരകത്തിൽ നിന്ന് നരകത്തിലേക്ക് ഞാൻ അവളെ അയക്കും. അതിനുള്ളൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവിടേക്ക് ഞാൻ തന്നെ അവളെയും കൊണ്ടുപോകും. നെല്ലിശ്ശേരി വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകുമ്പോ നിന്നോട് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരിക്കൽ ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ ഞാൻ തിരിച്ചു വരൂന്ന്. എന്നോടുള്ള പകയും വൈരാഗ്യം കൊണ്ട് മനസ്സിൽ പൊട്ടിയൊലിക്കുന്ന വ്രണവുമായിട്ട് നീ അലഞ്ഞു നടക്കും. ഒടുവിൽ ഒരു ഭിക്ഷക്കാരിയെ പോലെ എവിടെയെങ്കിലും തെരുവിൽ വീണും മരിക്കും. അർച്ചനയുടെ മുമ്പിൽ ജയിക്കാൻ നിനക്കിനി ജന്മത്ത് കഴിയില്ല. എന്തു പറ്റി? എന്തിനിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? ഇതെന്തെങ്ങനെ കണ്ണു വിഴിച്ച് നോക്കുന്നേ? സാധാരണ എപ്പോഴും നല്ല ഉത്സാഹത്തോടെ ഇരിക്കുന്ന ആളാണല്ലോ. ഇപ്പതേ പേടിച്ച പോലെ. വല്ല ദുസ്വപ്നവും കണ്ടോ? ഞാൻ സ്വപ്നം കണ്ട കാര്യം സമൃദ്ധ എങ്ങനെ അറിഞ്ഞു? അത് ശരി. അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സ്വപ്നം കണ്ടതല്ലേ? ആട്ടെ, എന്ത് ദുസ്വപ്നം കണ്ടേ? അതൊന്നും പറയാതിരിക്കുന്ന ഭേദം. ദുസ്വപ്നം മാത്രമല്ല, നാലുപാട് ഓരോരോ പ്രശ്നങ്ങളാ. ഒരു സമാധാനം കിട്ടുന്നില്ല. എന്റെ സമയം മോശമാണെന്ന് തോന്നുന്നു. ചെയ്തു കൂട്ടിയതിന്റെ ഫലം അനുഭവിക്കാതെ നിനക്ക് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ എല്ലാം നെഞ്ചു പിളർക്കുന്ന പ്രാർത്ഥനകൾ ഓരോ ദിവസവും രാത്രി നിന്റെ മുമ്പിൽ ദുസ്വപ്നങ്ങളായി വന്നു നിൽക്കും. ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴാ നമുക്ക് ഓരോ കാര്യത്തിലും വിശ്വാസം വരുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തോട് അടുക്കുന്നവരാ കൂടുതലും. എനിക്കങ്ങനെ വലിയ ദൈവവിശ്വാസമൊന്നുമില്ല. എന്നുവെച്ച് ദൈവനിഷേധവും ഇല്ല. എവിടെയെങ്കിലും എന്തെങ്കിലും വഴിപാട് നടത്തിയാ ഇതൊക്കെ മാറുമോ? അങ്ങനെ വെറുതെ വഴിപാട് നടത്തിയാൽ മാത്രം മാറില്ല. യഥാർത്ഥ കാരണം എന്താന്ന് കണ്ടെത്തി അതറിഞ്ഞു വേണം വഴിപാടുകളും നേർച്ചകളും ഒക്കെ നടത്താൻ. അതിന് നല്ലൊരു ജോത്സ്യനെ കണ്ടേ പറ്റൂ. ഈ ജ്യോത്സ്യന്മാര് തന്നെ പകുതിയിലേറെ തട്ടിപ്പാ. ആരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നിശ്ചയമില്ല. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. പരിചയമുള്ള ഒരാളെ കാണുന്നതാ നല്ലത്. ആഹാ, അദ്ദേഹം പറയുന്ന പോലെ ചെയ്താൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. എന്നാ പിന്നെ അദ്ദേഹത്തെ വിളിക്കേ, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കേ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാലും മതിയല്ലോ. എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാം. ഇവരെ വിശ്വസിക്കാമോ? പഴയ ശത്രുവാണോ? എന്തായാലും ജോത്സ്യനെ കാണാം. പിന്നെ ഓർമ്മകളില്ലാത്ത ഇവളെ നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പഴയ ശത്രുത പോയിട്ട് സ്വന്തം പേര് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവൾ നിൽക്കുന്നത്. അതുകൊണ്ട് വിശ്വസിക്കാം. അദ്ദേഹം നാളെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്തായാലും ജോത്സ്യം വരട്ടെ,
അതാ നല്ലത്. സമൃദ്ധ, താനെങ്ങോട്ടാ ഇത്ര രാവിലെ? അത് പിന്നെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോണായിരുന്നു. അതല്ലേ ചോദിച്ചത്, ഇത്ര അത്യാവശ്യം എന്താന്ന്? അത് മോൾക്ക് ചില സ്റ്റേഷനറീസ് ഒക്കെ വാങ്ങിക്കണം, പിന്നെ കുറച്ച് ഡ്രസ്സും വാങ്ങാനുണ്ട്. ഹാ, എന്നിട്ട് താനെന്താ ഈ കാര്യം എന്നോട് പറയാഞ്ഞത്? നമുക്ക് ഒരുമിച്ച് പോവായിരുന്നല്ലോ. അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് വരാം. അത് ഇത്രയും ചെറിയ കാര്യത്തിന് ഗൂഗിളിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. എനിക്കെന്ത് ബുദ്ധിമുട്ടാടോ? നമ്മൾ ഒരുമിച്ച് പുറത്തു പോയി മോക്കെന്തേലൊക്കെ വാങ്ങുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. ഒരു കാര്യം ചെയ്യ്, താനൊന്ന് വെയിറ്റ് ചെയ്യ്, ഒരു 2 മിനിറ്റ്, ഞാനിപ്പോൾ റെഡിയായി വരാം. അത് വേണ്ട ഗൂഗിൾ, എനിക്ക് വേറെ 1-2 കാര്യങ്ങളും കൂടിയുണ്ട്. ചിലപ്പോ അമ്പലത്തിലൊന്ന് കയറേണ്ടി വരും. അതിനെന്താ, നമുക്കൊന്ന് അമ്പലത്തിലും പോവാം. ഇനിയിപ്പോ ഗൂഗിൾ ഒരുങ്ങി വരുമ്പോഴേക്കും ലേറ്റ് ആവില്ലേ? ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. അവൾ ഈയിടെയായിട്ട് എപ്പോഴും വീട്ടിന് പുറത്തല്ലേ? എപ്പ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, എപ്പോ തിരിച്ചു വരും, ഇതൊന്നും ഇവിടെ ആരോടും പറയാറില്ല. ഞങ്ങളത് അറിയാറുമില്ല. എപ്പം നോക്കിയാലും സർക്കിട്ടാ. പവിത്രമെടുത്ത് വലത് കൈയിലെ മോതിര വിരലിലിടുക.